ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നല്ലൊരു കടുമാങ്ങ അച്ചാറാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടുമാങ്ങ അച്ചാറാണ് കേട്ടോ. എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ട പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കിലോളം പച്ചമാങ്ങ ഉണ്ട് കേട്ടോ. അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ ഉപ്പൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ ആയപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം മാറ്റിയതിന് ശേഷം ആ മാങ്ങ മാത്രമാണ് നമ്മൾ അച്ചാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ നല്ലൊരു അച്ചാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് വേണ്ട ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കടുമാങ്ങ അച്ചാറാണല്ലോ, അപ്പോൾ ഇച്ചിരി കടുകൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഈ ഒരു അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ടുള്ള ഉലുവയാണ് കേട്ടോ. അതൊരു ഏകദേശം ഒരു 10 ചെറിയ സീഡ്സ് ഉണ്ടല്ലോ, ആ 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 10 12 ഒക്കെ ആയാലും കുഴപ്പമില്ല. ഈ ഒരളവിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഉലുവയും നന്നായിട്ട് ഒന്ന് പൊട്ടി വരട്ടെ. അതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3 എണ്ണമൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് കളറൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1-2 തണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടെല്ലാം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു കൂടം വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ ഒരു ചെറിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് വഴറ്റി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചച്ചുവയൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ നന്നായിട്ട് മാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ. അതൊരു 2.5 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ എന്നുള്ളത് ഒരു 1.25 ടേബിൾ സ്പൂണൊക്കെ ആക്കി നമുക്ക് കുറയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവാപ്പൊടിയാണ്. അത് ഏകദേശം ഒരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അതും ഏകദേശം നമ്മൾ ഉലുവാപ്പൊടി ചേർത്ത അതേ അളവിൽ തന്നെ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഞാൻ ഈ പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. പൊടികൾ ഒട്ടും തന്നെ കരിക്കാതെ നമ്മളിതിൻ്റെ പച്ചക്കുത്തൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം പൊടികൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മളുടെ പിക്കിളിന് കിട്ടത്തില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയാണ്. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മാങ്ങയ്ക്ക് പുളി ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രം നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ അച്ചാറിൻ്റെ ഒരു ഗ്രേവി നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ ആ മാങ്ങയുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചേർത്ത് കൊടുത്തുള്ള മുളകും ആ ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നമ്മളിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതാണ് ശരിക്കും ടേസ്റ്റ് എൻഹാൻസിങ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഈ പിക്കിളിൻ്റെ രുചി അങ്ങ് ഏറിക്കുന്ന ഒരടിപൊളി സാധനം, അതായത് മറ്റൊന്നുമല്ല നമ്മളുടെ കടുകിൻ്റെ പരിപ്പാണ് കേട്ടോ. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കടുക് ഞാൻ ഇടിയോറലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുകിൻ്റെ പരിപ്പ് എന്ന് പറഞ്ഞ് പുറത്ത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് വാങ്ങിക്കാനായിട്ടും കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതായാലും മതി. ഇല്ലെങ്കിൽ ഇത് ഇതുപോലെ കടുക് ഇടിയോറലിനകത്തിട്ട് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കണം. മിക്സിക്കകത്തിട്ട് ചതയ്ക്കാനായിട്ട് നിൽക്കരുത്. കാരണം ചതയ്ക്കാൻ നല്ല പ്രയാസമായിരിക്കും. ഇടിയോറലാവുമ്പം ഇത്രയും കൂടെ എളുപ്പമുണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടുമാങ്ങ അച്ചാർ നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല അപാരമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അപാര ടേസ്റ്റോടുകൂടിയ ഒരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലോണം ചൂടാറിയതിന് ശേഷം ഇതൊരു ഗ്ലാസ് ജാറിനകത്ത് നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇത് കേടുകൂടാതെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ അച്ചാർ എടുക്കുമ്പം ഒട്ടും വെള്ളമയം ഇല്ലാത്ത ഒരു സ്പൂൺ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം
പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ അമ്മച്ചിയുടെ സ്പെഷ്യൽ കടുമാങ്ങ അച്ചാർ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം.